ഇപ്പൊ ചേച്ചി ഏകദേശം ഇപ്പൊ 91 നമ്മൾ 34 വർഷമായി ഈ ഫീൽഡിൽ നിൽക്കുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കുറെ നാളായിട്ട് ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇപ്പൊ ചേച്ചി ചെയ്തതുപോലെ ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്തു പോകുന്ന ആളുകളെയൊക്കെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരെ മാത്രമല്ല നായികമാരെ ആണെങ്കിലും. അതെനിക്ക് ചേച്ചി ഫീൽ ചെയ്തിട്ടുണ്ട്? എനിക്കതിനോട് അഭിപ്രായമില്ല. എന്ന് വെച്ചാൽ ഞാനും ആ ഫീൽഡിൽ നിന്ന് തന്നെ വന്നതല്ലേ അത്. പിന്നെ നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് എങ്ങനെ നമ്മൾ നിൽക്കുന്നു അതനുസരിച്ചാണ് നമ്മളോട് എതിരുള്ളവർ നിൽക്കുന്നത്. അല്ല, പണ്ടത്തെ കാലത്ത് ഇത് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നു. അല്ല, നമ്മളെങ്ങനെ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എങ്ങനെ നിൽക്കുന്നു, എന്റെ ക്യാരക്ടർ എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത്, അത്രേ ഉള്ളൂ. ഇപ്പൊ ഉള്ള പിള്ളേരെന്ന് വെച്ചാൽ കൂടുതലും ഡ്രിങ്ക്സ് അടിക്കുകയോ അല്ലെങ്കിൽ എന്താ മറ്റേ കഞ്ചാവോ അല്ല അതേപോലെ എന്തെങ്കിലുമൊക്കെ അടിക്കുന്നവരായിരിക്കും. അവർക്ക് സ്വയം ലൈഫ് എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളവര് കൂടുതൽ. ഞാൻ കലൂർ സ്റ്റേഡിയത്തിന്റെ അടുത്ത് താമസിച്ചിരുന്നു. അപ്പൊ കലൂർ സ്റ്റേഡിയത്തില് ഒരു 6:30-7 മണിക്ക് ഞാൻ നടക്കാൻ ഇറങ്ങിയാല് 10 മണി വരെ ഞങ്ങൾ കുറെ ഫ്രണ്ട്സ് ലേഡീസ് ഞങ്ങള് വർക്കൗട്ടൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ എല്ലാരും കൂടി ഞങ്ങൾ ഇരുന്ന് കാണുന്ന കാഴ്ചയാണ്. അപ്പൊ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ചെറിയൊരു പെട്ടിക്കടയിൽ ജോലിയുള്ളവർക്കും ഈ പറഞ്ഞ പല അവരെങ്ങനെയാണെങ്കിലും അതിന് സിനിമയൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തോന്നുന്നു. എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. നമ്മൾ അഭിനയിക്കാൻ പോകുന്നവര് മിക്കവാറും വീട്ടമ്മമാരല്ലേ കൂടുതൽ ഇപ്പൊ അഭിനയിക്കുന്നു. സീരിയലാണെങ്കിലും സിനിമയിലൊക്കെ കല്യാണം കഴിച്ച അവര് കുടുംബമായിട്ടുള്ളവരാണ്. പിന്നെ ഇവരെന്തിനാ വിളിക്കുമ്പോൾ പോകുന്നേ? അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോവരുത്. ഒരു സ്ഥലത്ത് ആരെങ്കിലും വിളിച്ചാൽ അവർ പോകേണ്ട ആവശ്യമില്ല. അവരോട് പറഞ്ഞുകൂടെ? അവർ വരില്ല എന്ന് പറഞ്ഞാൽ അവരൊന്നും വഴക്കൊന്നും പറയില്ല ചെന്നില്ലെങ്കിൽ.